നമസ്കാരം. സർവചരാചരങ്ങൾക്കും കാലദോഷഹേതു നിവാരണ മൂർത്തികളായി അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ചെങ്ങന്നൂർ കാരക്കാട് പാറയ്ക്കൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്ര വിശേഷങ്ങളുമായാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. വൃശ്ചികമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് എൻ നാരായണൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപം കൊളുത്തുന്നതോടെ താന്ത്രിക കുലപതി കക്കാട്ട് എഴുന്തോലിൽ മഠം ബ്രഹ്മശ്രീ സതീശൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യ നവഗ്രഹ മഹായാഗത്തിന് തുടക്കം കുറിക്കും. തിരുവിതാംകൂറിൽ നടക്കുന്ന ആദ്യത്തെ നവഗ്രഹ മഹായാഗത്തിനാണ് പാറയ്ക്കൽ കോണത്ത് ശ്രീ മഹാദേവി ക്ഷേത്രം വേദിയാകുന്നത്. നമുക്കറിയാം, അതിരാത്രം പോലെയുള്ള മഹായാഗങ്ങളിൽ അവസാനം യാഗശാല അഗ്നിക്കിരയാക്കുമ്പോൾ ഇവിടെ യാഗശാല ഭൂമിക്ക് ചിതലിനെ സമർപ്പിക്കുകയാണ്. അതാണ് വൈദിക യാഗമായ അതിരാത്രവും താന്ത്രിക യാഗമായ നവഗ്രഹയാഗവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ യാഗം നടന്നു കഴിഞ്ഞാൽ ആ യാഗഭൂമിയിൽ മാനവരാശിക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ സമർപ്പിക്കണം. അതാണ് അതിൻ്റെ പ്രമാണം. ഞങ്ങളിവിടെ സമർപ്പിച്ചിരിക്കുന്നത് എല്ലാ ക്ഷേത്രകലകളെയും ഈ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇനി ഈ ക്ഷേത്രം എത്ര നൂറ്റാണ്ട് നിലനിന്നാലും ശരി, ഈ ക്ഷേത്രകലകളൊക്കെ ഇവിടെ ഉണ്ടാവും. കഥകളിയുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, നങ്ങിയാർ കൂത്തുണ്ട്, പാടകമുണ്ട്, ചാക്യാർ കൂത്തുണ്ട്, സോപാന സംഗീതമുണ്ട്, നൃത്തനൃത്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഈ യാഗത്തിൻ്റെ ഓർമ്മയായിട്ട് നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു പിടിക്കുക, നമ്മുടെ കലയെ നിലനിർത്തി അത് നാടിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ യാഗത്തിന് ശേഷം നമ്മൾ നാടിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭാവന. അതോടൊപ്പം തന്നെ സർവ്വചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി, പ്രകൃതിയിലുള്ള എല്ലാത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഈ യാഗം സംഘടിപ്പിക്കുന്നത്. ഈ മഹായാഗത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നമുക്ക് ഒരുമിച്ച് ഈ മഹായാഗത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. ഒരു മനുഷ്യായുസ്സിൽ അത്യപൂർവമായി നടക്കുന്ന നവഗ്രഹ മഹായാഗം സർവചരാചരങ്ങളുടെയും നന്മയ്ക്കും ഭൂമിക്കും നക്ഷത്രങ്ങൾക്കും പ്രകൃതിക്ക് വേണ്ടിയായും ജാതി മത വർണ്ണങ്ങൾക്കതീതമായി നടത്തപ്പെടുന്നു. അമ്മേ ശരണം, ദേവീ ശരണം. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന നവഗ്രഹ മഹായാഗം പാറയ്ക്കൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്ര സന്നിധിയിൽ 2025 നവംബർ 17 മുതൽ നവംബർ 28 വരെ അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുകയാണ്. നൂറ്റാണ്ടുകളായി അമ്മയുടെ തിരുസന്നിധിയിൽ ആചരിച്ചു വരുന്ന തിരുനാമച്ചിറപ്പും 12 വ്രത മഹോത്സവവും അമ്മയുടെ തിരുപ്പൊങ്കാലയും ഈ മഹാസംരംഭത്തോടനുബന്ധിച്ച് നടക്കുകയാണ്. ഈ അത്യപൂർവമായി നടക്കുന്ന മഹോത്സവത്തിൽ നവഗ്രഹ മഹായാഗത്തിലും എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടാകണമെന്ന് ഓണത്തമ്മയുടെ തിരുനാമത്തിൽ അറിയിക്കുന്നു. അത്യപൂർവമായ ഈ മഹായാഗം ദർശിക്കുവാൻ ഒരേ സമയം 2000 പേർക്ക് ഇരിപ്പിടം സജ്ജമാക്കിയിരിക്കുന്നു. കൂടാതെ ഒരേ സമയം 1000 പേർക്കുള്ള ഭക്ഷണശാലയും 1000-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഗ്രൗണ്ടും സജ്ജമാണ്. നമ്മളുടെ ക്ഷേത്രത്തിൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രത്തിൽ നവംബർ 17 മുതൽ 28 വരെ, വൃശ്ചിക 1 മുതൽ 12 വരെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ. നവഗ്രഹ യാഗം തുടങ്ങുന്നത് നവംബർ 18 മുതൽ 26 വരെയാണ്. നമ്മുടെ നവഗ്രഹ യാഗം നല്ല വിജയമാക്കണം. അതിനുവേണ്ടി ഞങ്ങൾ അക്ഷീണം പരിശ്രമിക്കുകയാണ്. 2 ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആംബുലൻസ് സർവീസോടെ മെഡിക്കൽ ടീമും സുരക്ഷാ ഏജൻസികളും സജ്ജരാണ്. പ്രമുഖ മാധ്യമങ്ങളുടെ ഓഫീസുകളും പുസ്തകശാലകളും ഭക്ഷണശാലകളും വിശ്രമ കേന്ദ്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപൂർവങ്ങളായി മാത്രം നടക്കുന്ന ഈ യാഗവേദിയിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു പുണ്യമായി ഞാൻ കരുതുന്നു. സുഹൃതം ചെയ്തവർക്ക് മാത്രമേ ഈ യാഗത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നാട് മുഴുവൻ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് അമ്മയുടെ ഈ യാഗഭൂമിക്ക് വേദിയാകുന്ന ഈ നവഗ്രഹ ക്ഷേത്ര പുണ്യഭൂമിയിൽ നിൽക്കാൻ കഴിയുന്നത് തന്നെ ഞങ്ങൾക്കൊരു മഹാഭാഗ്യമായി കഴിയുന്നു. നമസ്കാരം. ഞാൻ കോണത്ത് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ പ്രസിഡൻ്റാണ്. കോണത്ത് ദേവീക്ഷേത്രത്തിൽ കാലാകാലങ്ങളായി നടന്നു വരുന്ന വൃശ്ചിക ചിറപ്പിനോടനുബന്ധിച്ച് ഈ വർഷം ഇവിടെ നവഗ്രഹ മഹായാഗം നടക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളിപ്പോൾ. ഈ മഹായാഗത്തിൽ എല്ലാവരും പങ്കെടുത്ത് ഇതിൻ്റെ പുണ്യം എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
നമസ്കാരം. ഞാൻ കോണത്ത് ദേവി ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ സെക്രട്ടറിയാണ്. ഇവിടെ ഒരു മഹായാഗം നടക്കുകയാണ് വൃശ്ചികം 1 മുതൽ. ആ മഹായാഗത്തിൻ്റെ എല്ലാവരും പങ്കെടുത്ത് അതിൻ്റെ പുണ്യം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന നവഗ്രഹ മഹായാഗത്തിന് വേദിയാവുകയാണ്. ഒരു യാഗഭൂമിയായി മാറുകയാണ്. ഈ യാഗത്തിൻ്റെ പൂർണ്ണമായ വിജയത്തിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ദേവീനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. തിരുവിതാംകൂറിലെ ആദ്യ താന്ത്രിക മഹായാഗത്തിന് പാറയ്ക്കൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രത്തിൽ നവംബർ 18 തിരിതെളിയുന്നു. മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായി നടത്തുന്ന ഈ നവഗ്രഹ മഹായാഗത്തിന് കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രം വേദിയാകുകയാണ്. ഈ ക്ഷേത്രത്തിൽ വൃശ്ചികമാസം 1 മുതൽ 12 വരെ നടക്കുന്ന വൃശ്ചിക ചിറപ്പ് മഹോത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ഈ യാഗത്തിൻ്റെ മുഖ്യ ആചാര്യൻ ചെറിയനാട് സ്വതീഷ് ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 30 ആചാര്യന്മാർ കൂടി ചേരുന്ന ഈ യാഗം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഒരു അപൂർവമായ ഒരു ചടങ്ങായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 10,000-ൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹായാഗം ഇന്ന് കേരളത്തിൽ അത്യപൂർവമായ ഒരു യാഗം ആയി മാറുവാൻ പോവുകയാണ്. ഒരു മനുഷ്യായുസ്സിൽ അപൂർവം മാത്രം നടക്കുന്ന ഈ മഹായാഗത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ ഏവരും പങ്കെടുക്കാൻ ദേവീനാമത്തിൽ പ്രാർത്ഥനകളോട്.